കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. यात्री कृपया ध्यान दें, गाड़ी क्रमांक 128004 सुपरफास्ट स्वर्ण जयंती एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रही है. Your attention please. Train number 12804 superfast स्वर्ण जयंती express will be arriving shortly on from platform number 3. ഹായ് പൂർണിമ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ദേവനന്ദി, ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നു. നിന്നെ കണ്ടിട്ട് കുറേ നാളുകളായല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ സുഖമായിരിക്കുന്നു. നീ ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കൂനമാവ് സെന്റ് ഫിലോമിന സ്കൂളിൽ, വിശുദ്ധ ചാവറച്ചനാൽ സ്ഥാപിതമായ ആ വിദ്യാലയത്തിൽ. നിങ്ങളുടെ സ്കൂളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ, അവിടെ കുട്ടികൾക്കായി SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ ഗൈഡ്സ്, വിവിധ കലാകായിക പരിശീലനങ്ങൾ, കരാട്ടെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട്. ആ, നിങ്ങളുടെ സ്കൂളിലെ റേഡിയോ പ്രിയർ എന്നൊരു പരിപാടി ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. ആ അതെ, ഓരോ ക്ലാസ്സും വിവിധ തരം പ്രോഗ്രാമുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ഈ ആഴ്ച 80 കുട്ടികളാണ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. എങ്കിൽ വാ പൂർണിമേ, നമുക്കൊരുമിച്ച് 80യിലെ കൂട്ടുകാർ ബെൻസി ടീച്ചറിനൊപ്പം അവതരിപ്പിക്കുന്ന പരിപാടികൾ ഒന്നിച്ചാസ്വദിക്കാം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മനസ്സിൽ സ്നേഹമുള്ളവർ, മിഴികളിൽ കണ്ണുനീർ ഉണ്ടെങ്കിലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവർക്ക് പുഞ്ചിരിയോടെ എപ്പോഴും പറയാൻ ഒന്നു മാത്രം: എനിക്ക് സുഖമാണ്. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റേഡിയോ പ്രിയോർ ഈശ്വര ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം. ആലപിക്കുന്നു ബെൻസി ടീച്ചർ. വാഴ്ത്തിടുന്നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ, മധുരം നിന്നാമം പാവനം. വാഴ്ത്തിടുന്നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. നീല നീലവാനിലേതു കാവൽ മാടം തന്നീലോ, നിർനിമീഷ നേത്രനായി നീ കാത്തരുൾവു ഞങ്ങളെ. നീളി പൂവിൻ കാതിൽ കാറ്റിൻ നീണമായി വരൂ നീ, അല്ലിത്തേൻ മുല്ലയ്ക്കും പൂച്ചുണ്ടിൽ അലിയൂ പാൽത്തുള്ളിയായി. ദേവദൂതരോ വെൺപീറാക്കളായി പൂച്ചൊരിഞ്ഞുവോ പൊന്നൊലീവുകൾ. വാഴ്ത്തിടുന്നീതാ
സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ. മധുരം നിന്നാമം പാവനം. വാഴ്ത്തിടുന്നീതാ സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ദേശീയ പ്രതിരോധ ദിനമാണ്. ഓറൽ പോളിയോ വാക്സിനുകളുടെ ആദ്യ ഡോസ് ഇന്ത്യയിൽ നൽകിയത് 1995 മാർച്ച് 16-നാണ്. ഇതിൻ്റെ സ്മരണയ്ക്കായി മാർച്ച് 16 ദേശീയ രോഗപ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു അനഘ. ഇന്ന് മാർച്ച് 16 ദേശീയ രോഗപ്രതിരോധ ദിനം, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ. പകർച്ചവ്യാധികളുടെ നാശത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിൽ വാക്സിനുകളുടെ പരിവർത്തന ശക്തിയുടെ ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലാണ് ദേശീയ രോഗപ്രതിരോധ ദിനം. എണ്ണമറ്റ ജീവൻ രക്ഷിക്കുന്നതിനും വസൂരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും പോളിയോ, മീസിൽസ്, റുബൈല തുടങ്ങിയ രോഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിലും വാക്സിനുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും തടയാവുന്ന രോഗങ്ങളുടെ ഭീഷണികളിൽ നിന്ന് നമ്മുടെ സമൂഹങ്ങളെ ശക്തിപ്പെടുത്താനും അവ നമ്മെ പ്രാപ്തരാക്കി. ഈ ദിനം ആഘോഷിക്കുമ്പോൾ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നൽകുന്നതിനും അക്ഷീണം പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ആരോഗ്യ പ്രവർത്തകർ, നയരൂപകർത്താക്കൾ എന്നിവരുടെ അക്ഷീണ പരിശ്രമങ്ങളെ നമുക്ക് അംഗീകരിക്കാം. പൊതുജനാരോഗ്യത്തിന്റെ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ അവരുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും നിർണായകമാണ്. ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടും നിരവധി വ്യക്തികളും സമൂഹങ്ങളും വാക്സിനുകൾ ലഭ്യമാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നു. ആരോഗ്യ സംരക്ഷണത്തിലെ അസമത്വങ്ങൾ, തെറ്റായ വിവരങ്ങൾ, ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾ എന്നിവ ഇപ്പോഴും സാർവത്രിക രോഗപ്രതിരോധ കവറേജിനായുള്ള നമ്മുടെ അന്വേഷണത്തിന് തടസ്സമാകുന്നു. മുന്നോട്ടു പോകുമ്പോൾ ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരാകാം. പശ്ചാത്തലം, സാമൂഹിക സാമ്പത്തിക സ്ഥിതി, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നിവ പരിഗണിക്കാതെ ഓരോ വ്യക്തിക്കും ജീവൻ രക്ഷിക്കുന്ന വാക്സിനുകൾ ലഭ്യമാകുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത് കേൾക്കുന്ന മാതാപിതാക്കളോടും മുതിർന്നവരോടും നിങ്ങളുടെ കുട്ടികൾക്ക് പൂർണ്ണമായി പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തടയാൻ കഴിയുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള തെളിയിക്കപ്പെട്ടതും ഫലപ്രദവുമായ മാർഗമാണ് വാക്സിനുകൾ. വാക്സിനുകളുടെ ജീവൻ രക്ഷിക്കുന്ന ഗുണങ്ങൾ ഓരോ വ്യക്തിക്കും ലഭ്യമാകുന്ന ഒരു ലോകം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയും. ഒരു കുട്ടിക്കും ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും തടയാൻ കഴിയുന്ന രോഗങ്ങൾ ബാധിക്കാത്തൊരു ഭാവിക്കായി നമുക്ക് പ്രവർത്തിക്കാം. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കുടത്തിൽ കൊച്ചു കൊച്ചു കല്ലുകളിട്ട് വെള്ളം കുടിക്കാനെത്തിയ കാക്കയെ ഏവർക്കും ഓർമ്മയില്ലേ? ആ കാക്ക ഇപ്പോൾ വന്നാൽ എങ്ങനെയിരിക്കും എന്ന് ഈ ചിന്നൻ എന്ന കവിയുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം. പണ്ടത്തെ കാക്ക എന്ന കവിത ആലപിക്കുന്നു ശിവപ്രിയ. പണ്ടത്തെ കാക്ക പറന്നു വന്നിന്നോട് പയ്യെ കരഞ്ഞു പറഞ്ഞു, വെള്ളമൊരിത്തിരി പോലുമില്ലെങ്ങും എന്തു പോകുന്നെൻ മനസ്സ്. കൊക്കിലായി കല്ലും കടിച്ചു ഞാൻ എത്രയോ കൊല്ലം പറന്നു നടന്നു, കണ്ടില്ല മൺകൂജ എങ്ങുമേ വീടിൻ്റെ മുറ്റത്തും മുക്കിലുമൊന്നും. ഇല്ല കുളം കിണർ കണ്ണീർ തടങ്ങളും വല്ലാത്ത വേവലാണെന്നും. ചങ്കു പൊള്ളുന്നുണ്ട് വെള്ളത്തിൽ വിൽപ്പന ചന്തയിൽ മാത്രമായിരുന്നു.
കല്ലല്ല ഡോളറും കൊത്തി വന്നെത്തണു കൊക്കു നനഞ്ഞൊന്നു കിട്ടാൻ. പൊന്നിട്ടാൽ പൊങ്ങുന്ന വെള്ളമാകും നാളെ മുന്തി വരുന്നതറിഞ്ഞു. കഥയിലെ കാക്ക ഞാൻ ദാഹിച്ച കാലത്തെ കഥയോർത്തു വന്നതാണിപ്പോൾ. ഓർമ്മകൾ ചിക്കിയിരിക്കട്ടെ, ഞാനീ കഥയിൽ മറഞ്ഞിരിക്കട്ടെ. ഓർമ്മകൾ ചിക്കിയിരിക്കട്ടെ, ഞാനിനി കഥയിൽ മറഞ്ഞിരിക്കട്ടെ. പുസ്തകങ്ങൾ എന്നും നമ്മളുടെ കൂട്ടുകാരാണ്. കൂട്ടുകാരോടൊപ്പം സൗഹൃദം പങ്കിടേണ്ടത് ആവശ്യവുമാണ്. ദി ഹാപ്പി പ്രിൻസ് എന്ന പുസ്തകവുമായി സൗഹൃദം പുതുക്കിയതിൻ്റെ സ്മരണ പങ്കിടുന്നു അശ്വിൻ. Happy Prince and the Other Tales is a collection of short stories for children by Oscar Wilde. The first edition of The Happy Prince and the Other Tales by Oscar Wilde was published in London in May 1888. It was Wilde's first collection of children's short story, and the book contains 5 stories: The Happy Prince, The Nightingale and the Rose, The Selfish Giant, The Demoted Friend, and The Remarkable Rocket. The Happy Prince is one of the several short stories by Oscar Wilde that focuses on the themes of compassion and generosity. The story is set in a grand city where a large wall separates the affluent form of the poverty-stricken. The distinction between these two worlds is embodied by a statue of the titular prince who in life lived in ignorance behind the wall, while after his death his statue looks out over the mystery of the city and weeps. A story about friendship and kindness, The Happy Prince is a great read for children who are still developing their sense of empathy. I read the book many times. The developing relationship between the princess statue and Sparrow, who waited too long to migrate, together with their humble effort to bring relief to many of the sick and distinguished around them, captured my imagination even as many of the satirical elements went over my head. Overall, The Happy Prince is an interesting read with a lasting relevance in both its sincerity and its satire in the spirit of spreading joy during difficulty time. The book puzzle where the little sparrow and his statue friend have hopefully brought some enjoyment. Thank you. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തൻ നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സ്കൂൾ വിട്ട് ഓടിച്ചെല്ലുമ്പോൾ അമ്മ എന്തെങ്കിലും ഒരുക്കി കാത്തിരിപ്പുണ്ടാവും. ഇനി ചെല്ലുമ്പോൾ അമ്മയ്ക്കൊരുക്കി വയ്ക്കാൻ വ്യത്യസ്തമായ പലഹാരത്തിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ? അത്തരം ഒരു വിഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നു പ്രീത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പലഹാരം. 4 മണി പലഹാരമായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് 4 പീസായി മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി അത് ഉരുട്ടി ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ചെറിയ ചെറിയ പീസായി മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിൽ 1 കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ വേറൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുക്കാം. ഇനി ഓരോ പീസും മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ഈവനിങ് ടൈമിൽ സ്നാക്സായി ഉപയോഗിക്കാം. ഗൗതമൻ്റെ രഥം എന്ന സിനിമയ്ക്ക് വേണ്ടി ഉയിരേ എന്ന ഗാനവുമായി നമ്മുടെ മുന്നിലെത്തുന്നു നാസിം.
ഉയിരെ പോലെ എന്താണ് നീ എന്താണ് കാതൽ മഴയ തനുവിൽ ചേരുന്നവരാണ് നീ ആരാണ് ഉയരെ ചിറകോരാകും നിലവോ മധുവോ കനവോ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടരേ. ഉയിരെ ഉയിരിൻ ഉയരെ മൂടും തീയാണ് നീ തീയാണ് കാതൽ കനലായി അകമേ നീറും നോവാണ് നീ നോവാണ് നിഴലായി വാഴ്വിൻ നദിയായി ഞാനെൻ അരികെ നിന്നെ തിരയെ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടരേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സന്മാർഗ കഥകൾ നമ്മുടെ ജീവിതത്തിന് എന്നും വഴികാട്ടികളായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായതും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു സന്മാർഗ കഥ പങ്കുവയ്ക്കുന്നു ഫിലോമിന ആൻഡ് മേരി. ഒരിടത്തൊരിടത്ത് വിജയത്തിന് വേണ്ടി കൊതിക്കുന്ന കായികാഭ്യാസിയായ ഒരു ബാലനുണ്ടായിരുന്നു. അവന് വിജയം എന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്നത് മാത്രമായിരുന്നു. ഒരു ദിവസം അവനും മറ്റു 2 ചെറിയ കുട്ടികളും കൂടി അവന്റെ ഗ്രാമത്തിൽ വച്ച് ഒരു ഓട്ട മത്സരം സംഘടിപ്പിച്ചു. ഈ ആവേശകരമായ മത്സരത്തിന് സാക്ഷികളാവാൻ വൻ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. കൂട്ടത്തിൽ ഈ മത്സരം കാണാൻ വേണ്ടി ദൂരെ ദിക്കിൽ നിന്ന് വന്ന ഒരു ജ്ഞാനിയായ വൃദ്ധനും ഉണ്ടായിരുന്നു. കാത്തിരുന്ന ആ മത്സരം തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ മുന്നേറിയെങ്കിലും ആ ചെറുബാലൻ അവന്റെ നിശ്ചയദാർഢ്യവും കഴിവും ശക്തിയും ഉപയോഗിച്ച് കുതിക്കുകയും ഒന്നാമതെത്തുകയും ചെയ്തു. കാണികൾ കരഘോഷങ്ങളോടെ അവനെ എതിരേറ്റു. ആ സമയം ഒരു സന്തോഷവും കാണിക്കാതെ ജ്ഞാനിയായ ആ വൃദ്ധൻ ശാന്തനായി നിന്നു. എങ്കിലും ആ ബാലന് അവന്റെ വിജയത്തിൽ അഭിമാനം തോന്നി. വീണ്ടും മത്സരം നടത്താൻ അവൻ തീരുമാനിച്ചു. 2 ശക്തരായ യുവാക്കൾ ആ ചെറുബാലനോടൊപ്പം മത്സരിക്കാൻ മുന്നോട്ട് വന്നു. മത്സരം തുടങ്ങി. അവൻ തന്നെ വീണ്ടും ഒന്നാമതെത്തുകയും ചെയ്തു. ജനങ്ങൾ അവന് വേണ്ടി വീണ്ടും കരഘോഷങ്ങൾ മുഴക്കി. ഒരു സന്തോഷവും കാണിക്കാതെ ജ്ഞാനിയായ ആ വൃദ്ധൻ മാത്രം ശാന്തനായി നിന്നു. എങ്കിലും അവന് തന്റെ വിജയത്തിൽ അതിയായ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അടുത്ത മത്സരം അവൻ ആർത്തു വിളിച്ചു. ആ സമയം ജ്ഞാനിയായ വൃദ്ധൻ മുന്നോട്ട് വരികയും അവന് പുതിയ 2 എതിരാളികളെ കൊടുക്കുകയും ചെയ്തു. അവശയായ ഒരു മുതിർന്ന സ്ത്രീയും ഒരു അന്ധനും. എന്താണിത്? ആ കുട്ടി തമാശ രൂപത്തിൽ ചോദിച്ചു. ഇതൊരു മത്സരമല്ലല്ലോ. അവൻ അത്ഭുതപ്പെട്ടു. മത്സരിക്കൂ,
ആ വൃദ്ധൻ പറഞ്ഞു. ആ ബാലൻ മാത്രം ഓടുകയും മത്സരം ഒന്നാമനായി പൂർത്തിയാക്കുകയും ചെയ്തു. മറ്റ് 2 പേർ തുടങ്ങിയിടത്തു തന്നെ നിൽക്കുകയായിരുന്നു. അവൻ സന്തോഷത്താൽ തന്റെ കൈകൾ കാണികൾക്ക് നേരെ വീശി. പക്ഷേ ജനക്കൂട്ടം അവന്റെ വിജയത്തിൽ ഒരു സന്തോഷവും പ്രകടിപ്പിക്കാതെ ശാന്തരായി നിന്നു. എന്തു പറ്റി? എന്തുകൊണ്ടാണ് ആളുകൾ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തത്? അവൻ ജ്ഞാനിയായ വൃദ്ധനോട് ചോദിച്ചു. വീണ്ടും മത്സരം നടത്തൂ, അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ സമയം നിങ്ങൾ 3 പേരും ഒരുമിച്ച് മത്സരം പൂർത്തിയാക്കണം, അദ്ദേഹം തുടർന്നു. ആ ബാലൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് കൂടെ മത്സരിക്കുന്ന അവശ്യായ സ്ത്രീയുടെയും അന്ധനായ യുവാവിന്റെയും കൈ പിടിച്ചു. അവൻ വളരെ വളരെ പതിയെ അവരോടൊപ്പം നടന്ന് ഫിനിഷിംഗ് ലൈനിലെത്തി. കാണികൾ ഇത്തവണ ആവേശത്തോടെ കരഘോഷത്തോടെ തന്നെ അവനെ എതിരേറ്റു. ആ ജ്ഞാനിയായ വൃദ്ധൻ അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. ഈ സമയം അവന് അതിരറ്റ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അപ്പൂപ്പ, ഞങ്ങളിൽ ആർക്ക് വേണ്ടിയാണ് അവർ കൈയടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അവന്റെ തോളിൽ കൈവച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു. മകനെ, ഇതുവരെ നീ വിജയിച്ച മറ്റ് മത്സരങ്ങളെക്കാൾ തിളക്കമുള്ളതാണ് ഈ മത്സരത്തിലെ നിന്റെ വിജയം. ഇതിൽ അവർ കൈയടിച്ചത് ഒരു വിജയിക്കും വേണ്ടിയല്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? മത്സരത്തിലെ വിജയമാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരേയൊരു അളവുകോൽ? നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കപ്പെടും. ഈ മത്സരത്തിൽ ആരാണ് നിങ്ങളുടെ കൂടെ ഓടിയത്? അവർ അവശരും പ്രായമുള്ളവരുമാണെങ്കിൽ നീ അവരെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിച്ചോ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ മത്സരം പൂർത്തിയാക്കിയത്? കാരണം ഇതാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സരം. അതുകൊണ്ട് ഓടുക. ജീവിതമെന്ന ഈ മത്സരത്തിൽ ഓടുക തന്നെ ചെയ്യുക. പക്ഷേ ഒരു കാര്യം മറക്കരുത്, വിജയിക്കുക എന്നത് പ്രധാനമല്ല. ഈ മത്സരത്തിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു എന്നതാണ് പ്രധാനം. ജീവിതം ഒരു ദൗത്യമാണ്. ഓരോ നിമിഷവും ഓരോ അവസരവും നമുക്ക് വളരുവാനും മുന്നോട്ട് പോകുവാനും പുതിയ സാധ്യതകളെ കണ്ടെത്തുവാനുമുള്ളതാണ്. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മത്സരത്തിലും വിജയത്തിനായി ചെറുതും വലുതുമായ എല്ലാ വെല്ലുവിളികളും നേരിട്ട് നാം ഓരോരുത്തരും ലക്ഷ്യത്തിലെത്തിച്ചേരണമെന്നും ലക്ഷ്യത്തിലെത്താനായി മറ്റുള്ളവരെ സഹായിക്കണമെന്നുമാണ്. നാം നേരിട്ട നമ്മുടെ മത്സരങ്ങളെ ഒരുപാട് സമർപ്പണത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ വിജയിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിത വിജയ ലക്ഷ്യം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അഗാധമായ വാത്സല്യത്തോടെയുള്ള അച്ഛൻ്റെയും മകളുടെയും സ്നേഹബന്ധത്തെ കാവ്യാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു ഗാനം. അതിരൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ ജയചന്ദ്രൻ ആലപിച്ച ആട്ടുതൊട്ടിൽ എന്ന ഗാനവുമായി എത്തുന്നു ആഗിന, ലയന, സന, ആര്യ. കണ്ണിയാരോ ഘനിയാരോ നിറവേയാരോ തന്നെ നാനേയാരോ കണ്ണിയാരോ ഘനിയാരോ നിറവേയാരോ തന്നെ നാനേയാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ശില്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളെ എന്നുമെന്നും കിന്നരിക്കാതോമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ ഇന്നുയിരിൽ കൂരിരുള് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ മെല്ലെ പൂവിടും നീ വസന്തം കാത്തിരിപ്പൂ പൂങ്കുഴലൂതാൻ പോകും പാഴ്മുഴം കാട്ടിൽ ആലില വീഴും കാവിൽ പോയി വരികേണം താമരത്തുമ്പിൽ തൂവും നീലനീരും വേണ്ടിടുവോളം കണ്ണേ നീ നുകരീണം എത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ടുപാടേണം മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം
മനം പൊള്ളും നോവും വേണ്ട, അരികത്താ എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷകളും ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിന്നാൽ അന്തിമ വിജയം സ്വന്തമാക്കാമെന്ന് വ്യക്തമാക്കുന്ന ബൈബിളിലെ ഒരു ഭാഗം നമുക്കായി അവതരിപ്പിക്കുന്നു അലൻ വർഗീസ്. In this Bible story from the book of Job, there is a wealthy man named Job residing in an area called Uz with his extended family and vast flocks. He is blameless and upright, constantly mindful to live in a righteous manner. God mentions Job to Satan, saying, "There is no one on earth like him. He is blameless and upright, a man who fears God and shuns evil." However, Satan contends that Job is only righteous because God has favored him generously. Satan dares God that if given the approval to inflict suffering, Job will change and curse God. God permits Satan to abuse Job to experiment with this brazen claim, but he forbids Satan to take Job's life in the manner. Over the time of one day, Job is given 4 reports, each informing him that his sheep, servants, and 10 children have all died due to thieving, inroads, or natural disasters. Job rips his clothes and shaves his head in sorrow, yet he still praises God in his prayers. Satan arrives in heaven again, and God allows him another opportunity to test Job. This time, Job is distressed with terrible skin sores. His wife argues him to denounce God and to give up and die, but Job protests, trying to endure his inflictions. 3 of Job's companions, Eliphaz, Bildad, and Zophar, arrive to comfort him, sitting with Job in silence for 7 days, out of reverence for his grieving. On the 7th day, Job talks, starting a discussion in which each of the 4 men shares his reflections on Job's troubles in poetic descriptions. Job damns the day he was born, relating life and death to the light and darkness. He hopes that his birth had been obscured by darkness and desires to have never been born, believing that life only increases his sufferings. Job reacts to each of these remarks, becoming so angry that he calls his sympathizers worthless physicians who whitewash with lies. He questions why God judges people by their deeds if God can just as easily change or forgive their behavior. It is confusing to Job how a human can truly satisfy God's justice, as his ways are mysterious and exceed human comprehension. Furthermore, humans cannot possibly convince God with their words. God cannot be fooled, and Job confessed that he does not even know himself well enough to adequately defend his case to God. Job desires for someone who can mediate between himself and God, or be sent to share the dark space of death. Job believes that there is a witness or a redeemer in heaven who will testify for his integrity. The suffering shows too much for Job, and he turns bitter, anxious, and scared. He deplores that injustice that God lets evil people thrive while he and many other honest people suffer. Job wants to face God and protest but cannot physically find God. He assumes that wisdom is concealed from humans, but he decides to persevere in seeking wisdom by fearing God and evading evil. God consoles Job. God eventually intervenes, commanding Job to be brave, and explains various detailed features of his creation. Overcome by the apparitions of God, Job recognizes God's infinite power and accepts the constraints of his human understanding. This response pleases God, but he is upset with Eliphaz, Bildad, and Zophar for emitting lousy advice. Job reconciles on their behalf, and God forgives them. God then restores Job's health, granting him twice as much property as before, new children, and a remarkably long life. In the end, Job never completely gave up hope or faith in God as an inspiration to everyone enduring suffering to their own. ആസ്വദിക്കപ്പെടേണ്ടവയാണ് കലകൾ. വിവിധ ആഘോഷങ്ങളിൽ കൊഴുപ്പ് കൂട്ടാൻ വാദ്യമേളങ്ങൾ ഉപയോഗിക്കുന്നു. വാദ്യമേളങ്ങളിൽ പ്രധാനപ്പെട്ട പഞ്ചാരിമേളം അഭിഷേകം കൂട്ടരും അവതരിപ്പിക്കുന്നു.
നമസ്കാരം. സെൻറ്റ് ഫിലോമിനാസിൻ്റെ ഈ ആഴ്ചകളിലെ വാർത്തകളിലേക്ക്. വാർത്തകൾ വായിക്കുന്നത് 80യിൽ നിന്നും നന്ദന. പരീക്ഷാ ചൂടിൻ്റെ കാലം. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ SSLC എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ കുട്ടികളുടെ വാർഷിക പരീക്ഷയും. ഈ ആഴ്ചയോടുകൂടി 8, 9 ക്ലാസ്സിലെ കുട്ടികളുടെ IT പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി. കല, സാഹിത്യം, ശാസ്ത്രം, ഗണിതം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഒരു വർഷം കൊണ്ട് നേടിയെടുത്ത പഠന മികവുകളുടെ അവതരണവുമായി പഠനോത്സവം 2025 മാർച്ച് 15 അതിഗംഭീരമായി ആഘോഷിക്കുകയുണ്ടായി. കുട്ടികളുടെയും അധ്യാപകരുടെയും അതിരറ്റ പ്രവർത്തനം പഠനോത്സവം 2025 കൂടുതൽ മികവുറ്റതാക്കി തീർത്തു. വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് റേഡിയോ പ്രിയോറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ